ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് തുളസി ഇല, ഒരു ബീട്രൂട്ടിൻ്റെ പകുതി നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു മിക്സഡ് ജാർ എടുത്തു. അതിൻ്റെ അകത്തോട്ട് ഞാൻ ബീട്രൂട്ടും തുളസി ഇലയും കൂടെ നല്ലോണം അരച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ 2 സ്പൂണ് പാലും കൂടെ ഒഴിച്ചായിരുന്നു. നല്ലോണം അരച്ചെടുത്ത് ഇനി ഞാൻ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. നല്ലോണം ഇനി അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഡബിൾ ബോയിൽ മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചരുവത്തിൽ നിറച്ച് വെള്ളം വെച്ചു. അതിന് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം വേറൊരു ചരുവം വെച്ച് കൊടുത്ത് അതൊന്ന് നല്ലോണം ചൂടായതിന് ശേഷം ഞാൻ സോപ്പ് ബേസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നല്ലോണം ഒന്ന് മെൽറ്റായതിന് ശേഷം മാത്രം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇപ്പം ഞാനത് ഇട്ട് കൊടുത്ത് ഇത്ര മെൽറ്റായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മെൽറ്റാകണം. അതിന് ശേഷം ഞാൻ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ കളറൊന്ന് മാറിയതിന് ശേഷം ആണ് നമ്മൾ മൊഡ്യൂളിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂണ് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാനപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കൊരു മൊഡ്യൂളിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അതില്ലാത്തവർക്ക് ഒരു ചെറിയ കറിപ്പാത്രത്തിൽ ഇത്തിരി എണ്ണ തൂത്തിട്ടാണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് വെക്കാം. അത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് വെച്ചതിന് ശേഷം 3 മണിക്കൂർ ഓപ്പൺ എയറിൽ ഇരുന്നതിന് ശേഷം മാത്രമേ നമ്മളത് പിന്നെ ഉപയോഗിക്കാവുള്ളൂ. അപ്പം ഞാൻ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. ഞാനത് എടുത്തിട്ടുണ്ട്. കുറച്ച് കുമളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കുഴപ്പമില്ല, അതൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.